കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത് അമ്മായിയപ്പനും മരുമോനും തമ്മിലാണ്. ആ മത്സരത്തിന്റെ ഒരു അങ്കത്തട്ടിലേക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11ാം വാർഡിലും 15ാം വാർഡിലും അല്ലേ? രണ്ടുപേരും നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്തിലൊക്കെ മത്സരിച്ച് അംഗം തെളിയിച്ചവരാണ് അല്ലേ? ഓക്കെ, ആദ്യം തന്നെ ഫാദറിനോട് ചോദിക്കാം. കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം കേസിലൂടെയാണ്. എത്ര വർഷമായി ഗ്രാമപഞ്ചായത്ത്? ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 10 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു. 95-ലും 2005 വരെ കോൺഗ്രസിനൊപ്പം തന്നെയാണ്. കോൺഗ്രസ് ഒപ്പം. അതുകൊണ്ടാണോ കോൺഗ്രസ്സുകാരനായ ഒരു മരുമോനെ തന്നെ തേടി പിടിച്ചത്? അല്ല, അവര് രാഷ്ട്രീയത്തിൽ കൊച്ചുനാൾ പോലും ഉണ്ടല്ലോ. അവനും അയാൾ KSU സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഞ്ചായത്ത് മെമ്പറാകുന്ന സമയത്ത് പിന്നെ ഒരു കാലത്ത് സ്വന്തം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി ഒരേ കാലഘട്ടത്തിൽ. അതെ അതെ അതെ. പിന്നെ കോൺഗ്രസിന്റെ ഒരാളിനെ കിട്ടിയതിന്റെ സന്തോഷം. കാരണം ഈ കോൺഗ്രസിനകത്ത് ഈ കുടുംബാധിപത്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മരുമോനും കൂടെ വരുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? അതൊന്നുമില്ല. അത് ഞാൻ വരുന്നതിന് മുമ്പേ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പിന്നെ ഞാൻ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഷഹനാസിനെ സംബന്ധിച്ച് ഷഹനാസ് KSലൂടെ വന്നു. INTUCയുടെ യുവജന വിഭാഗത്തിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പം എങ്ങനെയാണ് ഒരു അമ്മായിപ്പൻ മറ്റൊരു വാർഡിൽ മത്സരിക്കുന്നു, അതുകൊണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും പോകാൻ സമയം കിട്ടുന്നില്ലായിരിക്കും? അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ 2015-2020 കാലഘട്ടത്തിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഴയ 10ാം വാർഡിലെ ജനപ്രതിനിധിയായി 5 വർഷക്കാലം സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ നേരിടുമ്പോൾ തൊട്ടടുത്ത വാർഡിൽ എൻ്റെ വൈഫിന്റെ വാപ്പ കൂടി അച്ഛൻ കൂടി മത്സരിക്കുന്ന ഒരു അപൂർവമായ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അംഗീകാരമായി ഞങ്ങൾ രണ്ടുപേരും. വീട്ടിലപ്പോൾ രാഷ്ട്രീയമായിരിക്കുമല്ലോ, കാരണം വൈഫോസിൽ പോയാൽ പിന്നെ രാഷ്ട്രീയം കാണത്തുള്ളൂ. അതെ, ഞങ്ങള് പിന്നെ രാഷ്ട്രീയം പറയുമോന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പറയാറുണ്ട്, പിണങ്ങുമെന്ന് ചോദിച്ചാൽ പിണങ്ങാറുണ്ട്. രാഷ്ട്രീയം പറയുമ്പോൾ പൊളിറ്റിക്സ് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. തികഞ്ഞ രാഷ്ട്രീയ കുടുംബമാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു വൈഫിന്റെ അമ്മയാണ് ഇവിടുത്തെ സിറ്റിംഗ് മെമ്പർ എന്നുള്ളത്. അപ്പം വീട്ടിൽ ചെന്നാൽ പിന്നെ രാഷ്ട്രീയത്തിനേ ഉള്ളൂ സമയം. അതെ അതെ, കൂടുതലും പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഫാമിലിപരമായ കാര്യങ്ങൾ ഒക്കെ തന്നെ. അത് ഒരു പൊളിറ്റീഷ്യന്റെ കുടുംബമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ കുടുംബകാര്യങ്ങൾ കടന്നു വരാറുണ്ട്. ജനങ്ങളുടെ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബവും അതുപോലെ രാഷ്ട്രീയവും എല്ലാം തന്നെ ചർച്ച ചെയ്തു പോകുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഇതാണ് വൈഫിന്റെ അമ്മ അല്ലേ? ഇവിടുത്തെ സിറ്റിംഗ് മെമ്പറൂടാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 23ാം വാർഡിൽ നിന്ന് മത്സരിച്ച ഞങ്ങൾ താമസം 23-ലും മത്സരിക്കാൻ വന്നത് 13ാം വാർഡിൽ വെളുത്തം. ഈ വട്ടം ഇങ്ങനെയുണ്ട്, ഒരു വിജയസാധ്യത എങ്ങനെയുണ്ട് അമ്മായിപ്പനും മരുമോനും? അതായത് ഭർത്താവിനും മരുമോനും ഇങ്ങനെയുണ്ട് വിജയസാധ്യത? നമ്മൾ ഈ 5 വർഷക്കാല അളവിൽ ചെയ്ത കാര്യങ്ങളും നമ്മളെ അറിയാവുന്ന ജനങ്ങളും നമുക്കറിയാവുന്ന ജനങ്ങളും ആയതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യവും ഞങ്ങൾ വിജയിക്കുമെന്നുള്ള. വോട്ട് പിടിക്കാൻ പോകുന്നത് ഭർത്താവിന് വേണ്ടിയാണോ അതോ മരുമോന് വേണ്ടിയാണോ? ഞങ്ങൾ ഈ വാർഡിൽ എന്റെ ഹസ്ബൻഡിന് വോട്ട് പിടിക്കും. അവിടെ 11ാം വാർഡ് ഡബിൾ വർക്കാണ്. അവിടെയും പോണം ഇവിടെയും വരണം. 11ാം വാർഡിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലോട്ട് ഞങ്ങൾ ഈ മകളുടനെ രാഷ്ട്രീയത്തിലേക്കുണ്ടോ? അതെ, അവർക്ക് ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം അവക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. കുഞ്ഞ് ഇറങ്ങും, കുഞ്ഞ് ചെറുതായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ വട്ടം ഒരു അമ്മായിയമ്മ എന്ന നിലയിൽ വലിയ റോൾ കൂടിയുണ്ട്. കാരണം മരുമോനെ ജയിപ്പിച്ചെടുക്കണം, ഒപ്പം ഭർത്താവിനെയും ജയിപ്പിച്ചെടുക്കണം. അതെ അതെ, വലിയ കടമ്പയാണ്. എന്നാലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ പൊതുപ്രവർത്തനത്തിൽ ഈ 5 വർഷക്കാലം അല്ല, അതിനു മുന്നേ ഇദ്ദേഹം 2 പ്രാവശ്യം മെമ്പറായിരുന്നിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ആത്മവിശ്വാസം. ജനങ്ങൾ ഞങ്ങളെ ഒപ്പം നിൽക്കും. ജനങ്ങളൊപ്പം ഞങ്ങൾക്ക് അവര് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട് ഒരു പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട്? നല്ല പ്രതികരണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സേവനമാണ് ലക്ഷ്യം. അതിനകത്ത് രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അതാരൊന്നുമില്ല. ആദ്യം വരുന്ന ആളുടെ കൂടെ പോവുക, മനസ്സിലായേ? ചിഹ്നത്തെ മത്സരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എനിക്കൊന്ന് ഫാദറിനേക്കാൾ കൂടുതൽ നേരിട്ടുണ്ട് ഷഹനാസ് ആയിരിക്കും. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനുള്ളിലാകുമ്പോൾ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്? അത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പൊളിറ്റിക്സ് ആണ്. എന്നാലും അത് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. അങ്ങനെ ചർച്ച ഉണ്ടോന്ന് ഇപ്പം റിപ്പോർട്ടർ ചോദിച്ചതുപോലെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകേണ്ട കാര്യങ്ങളില്ല. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് 3 വർഷം ആയതേ ഉള്ളൂ.
അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി, വാർഡ് പ്രസിഡന്റായി, KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ചുമതല വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംസാരത്തിന് ഇതുവരെ ഇട കൊടുത്തിട്ടില്ല. കാരണം നിങ്ങളൊക്കെ രണ്ടുപേർക്കും പരിപൂർണമായ സപ്പോർട്ടാണ്. രണ്ടുപേർക്കും സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. ഞാൻ ബൂത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വാർഡില് ഈ AICSന്റെ ഭാര്യ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും കോൺഗ്രസിന് ജനസമ്മതി ഇവിടെ കിട്ടിയിട്ടുള്ളത്. അവരുടെ പ്രവർത്തനത്തിൽ ഈ കോൺഗ്രസിലൊക്കെ സാധാരണ ഈ സീറ്റിന് വേണ്ടിയുള്ള പ്രശ്നമാണ്. കാരണം എനിക്ക് വേണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ല. രണ്ടുപേർക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് അംഗീകാരമാണ്, ജനങ്ങൾക്ക് ഗുണമാണ് എന്നുള്ളതാണ്. പാർട്ടിക്ക് അംഗീകാരമാണ്, ജനങ്ങൾക്ക് ഗുണമാണ്. ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും എന്നും എപ്പോഴും വരുന്ന ഒരു വ്യക്തിയാണ് ഈ AICS എന്ന് പറയുന്ന വ്യക്തി. ഷഹനാസോ? ഷഹനാസ് മറ്റൊരു വാർഡിലാണല്ലോ, ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. 35 വർഷക്കാലം ഇത് LDFന്റെ കയ്യിലായിരുന്നു. അത് തിരിച്ചു പിടിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു പരീക്ഷണം അവർ നടത്തിയാണ് ഞങ്ങളെ കൊണ്ടുവന്ന് തിരിച്ചു പിടിക്കാൻ. തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ജനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ചിഹ്നം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണ കോൺഗ്രസിൽ നിന്ന് കണ്ടുവരാറുള്ളത് ഈ സീറ്റ് വലിയ തർക്കങ്ങളും വലിയ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ തൊടിയൂരിൽ ആ സ്ഥിതി നേരെ വിപരീതമാണ്. ആർക്ക് സീറ്റ് കൊടുത്താലും പ്രശ്നമില്ല. അത് ഒരു കുടുംബത്തിൽ തന്നെ ആയാലും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വിജയം തന്നെയാണ് ഏറ്റവും അനിവാര്യമായ ഘടകം എന്നുള്ളതാണ് തൊടിയൂരിലെ കോൺഗ്രസുകാർ പറയുന്നത്. അക്കാര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദവും സ്നേഹവും എല്ലാം തന്നെ ഇവർ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. എങ്ങനെയുണ്ട് വ്യത്യസ്ത? വളരെ അത്ഭുതം തോന്നുന്നു. ഞാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നുമേ അറിയത്തില്ലേ. ഇപ്പൊ ഇവരുടെയൊക്കെ കൂടെ പോയപ്പോഴാണ് അത് എത്ര വലിയ ഇറങ്ങി തുടങ്ങിയപ്പോ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. നേരത്തെ തുടങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ നല്ല അഭിപ്രായമാണ്. അടുക്കളയിൽ നിന്നിട്ട് ഈ പുറത്തേക്ക് വന്നപ്പം ഈ രാഷ്ട്രീയക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നു. പിന്നെ അടുക്കളയിൽ കാണുന്ന പോലെ അല്ലല്ല, വളരെ ഡേഞ്ചറാണ്. ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഒരു വീട്ടമ്മ നിലയിൽ പറഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം റോഡാണോ, എന്താണ് അവർ പറയുന്നത്? റോഡിനെ കുറിച്ച് കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. എല്ലാം പരിഹാരം ഉണ്ടാവും. നമ്മുടെ പിന്നെ ഈ 95 ഞാൻ പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ ഞാൻ KSU ആയിരുന്നു. അന്ന് CPMന്റെ കുത്തക വാർഡിലാണ് ജയിച്ചേ. ഇത്തവണയും തുടർ വിജയമാണ് തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മക്കൾ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊന്നുമില്ല, വിജയം മാത്രമാണ്. ആ വിജയത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഈ അച്ഛനും അതുപോലെ തന്നെ ഈ മരുമകനും. ആ പോരാട്ടത്തിൽ അവർക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. കൊല്ലത്ത് നിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.